ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്താ? നമ്മൾ ചോദിച്ചു നോക്കി നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോട്. ഓരോ ആളുകളും ഓരോ അർത്ഥമാണ് പറയാം. ശ്രദ്ധിക്കണം. ദീനിൻ്റെ അടിസ്ഥാനം, ഒന്നാമത്തെ കാര്യം, ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യമാണ് എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്കിൻ്റെ അർത്ഥം മുസ്ലിം സഹോദരങ്ങൾ ചോദിച്ചു നോക്കി. പല ആളുകളും പല അർത്ഥങ്ങളാണ് പറയാം. നമ്മുടെ നാട്ടിലെ സമസ്തയിലെ മദ്രസകളിലൊക്കെ മറ്റുമൊക്കെ അവരുടെ പുസ്തകങ്ങൾ സിലബസായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് എന്താ? ലാ ഖാലിഖ വലാ റാസിഖ ഫിൽ വുജൂദി ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഫിൽ വുജൂദി ഇല്ലല്ലാഹ്. സ്രഷ്ടാവും അതുപോലെ തന്നെ റിസ്ക് ഉപജീവനം നൽകുന്നവനുമായി ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമാണോ? അള്ളാഹു അല്ലാതെ സൃഷ്ടിക്കുന്നവനെ വേറെ ആരുമില്ല, ശരി തന്നെയാണ്. അള്ളാഹു അല്ലാതെ റിസ്ക് നൽകുന്നവനായി വേറെ ആരുമില്ല, ശരി തന്നെയാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അതാണോ? ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ഇതായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ മക്കക്കാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ ഹാലിളകിയത്? മക്കക്കാർ അംഗീകരിച്ചിരുന്നു അള്ളാഹു അവരുടെ ഖാലിഖായിട്ട്. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു അസ്സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്. അവരോട് അവരെ സൃഷ്ടിച്ചതും അവർക്ക് റിസ്ക് നൽകിയതും അവർക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളയാണെന്ന് പറയാം. ലാത്തയാണെന്ന് അവർ പറയില്ല, ഉസ്സയാണെന്ന് പറയില്ല. അള്ളാഹുവിനെ ഖാലിഖായിട്ട് അംഗീകരിച്ചിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് തൃപ്തികരമാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അതല്ലാത്തതുകൊണ്ട് തന്നെ. മക്കക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ പ്രതികരിച്ചത് എങ്ങനെയാണ്? അള്ളാഹ് ഖുർആൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ പ്രതികരിച്ചത്? മക്കക്കാർ ചോദിക്കുന്ന ചോദ്യം അവർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഇവൻ എല്ലാ ഇലാഹുകളെയും ഒറ്റ ഇലാഹാക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയിട്ട് അവർ പറയുന്നു, ഇവൻ എല്ലാത്തിനെയും അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഇവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവരോട് വിളിച്ച് തേടാൻ പാടില്ല, ഇവന് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അള്ളാഹോട് മാത്രം എല്ലാത്തിനും ഒന്നാക്കുകയാണോ? ഇങ്ങനെ മക്കക്കാർ പ്രതികരിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇബാദത്തുകൾ നൽകപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന. മറ്റാർക്കും അതിന് അർഹതയില്ല. റസൂലിനില്ല, നബിക്കില്ല, മലക്കിനില്ല, വലിയനില്ല, ആർക്കുമില്ല. ഇബാദത്തുകൾ നൽകപ്പെടാനുള്ള അർഹത അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം. അത് പ്രാർത്ഥന എന്നുള്ള പേര് പറഞ്ഞിട്ടായിക്കോട്ടെ, ഇസ്തിഗാസ എന്നുള്ള പേര് പറഞ്ഞിട്ടായിക്കോട്ടെ, എന്ത് പേരിട്ടാലും ഇബാദത്തിന് ഇനങ്ങളിൽ പെടുന്ന ഒരു കാര്യം അള്ളാഹു അല്ലാതെ മറ്റാരും അർഹിക്കുന്നില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.